ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടാണ് ഇതിൽ കൺസ്ട്രെയിൻഡ് മിനിമൈസേഷൻ പ്രോബ്ലംസാണ്. മിനിമൈസ് എന്ന് പറഞ്ഞ് വരുന്ന പ്രോബ്ലംസാണിത്. നേരത്തേക്കുള്ള ചില പ്രോബ്ലത്തിൽ മിനിമവും മാക്സിമവും ഒക്കെ ചിലപ്പം കാണാൻ വേണ്ടി പറയും. എന്നാൽ ഇതിൽ മിനിമൈസ് മാത്രം വരുന്നൊരു പ്രോബ്ലമാണ്. അതിൽ ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി എഴുതണം. അപ്പോൾ മൾട്ടിപ്ലൈറ്റ് വരുന്ന കൺസ്ട്രെയിൻറ്റ് നമ്മൾ നേരത്തേക്ക് മൈനസ് ലാംഡ ചെയ്യാൻ എടുത്തത് ഇത് പ്ലസ് ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇക്വേഷൻ ഫോം ചെയ്യും. അതായത് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ് വരുന്നതിൽ മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ ഇൻഇക്വാലിറ്റി വരുന്നിടത്തിൽ പ്ലസ് ലാംഡ എടുക്കണം, മൈനസ് ലാംഡ പകരം അങ്ങനെ എടുത്തിട്ട് എൽ ഫോം ചെയ്യാം. എൽ ഫോം ചെയ്തിട്ട് പിന്നെ ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെയാണ്. ഇവിടെ മാത്രം നിങ്ങളത് ശ്രദ്ധിക്കണം, മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ മിനിമൈസ് എഫ് ഓഫ് എക്സ് വൈ സബ്ജക്റ്റ് ടു g1 ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓഫ് എക്സ് എച്ച് ഓഫ് എക്സ് ഈക്വൽസ്. അപ്പോൾ രണ്ട് ഇൻഇക്വാലിറ്റി ഇവിടെ ഉണ്ട്, ഇവിടെ രണ്ട് ഇൻഇക്വാലിറ്റി ഉണ്ട്. മൊത്തത്തിൽ 4 ഇൻഇക്വാലിറ്റി ഉണ്ട്, ഒരു ഇക്വാലിറ്റി ഉണ്ട്. ഇക്വാലിറ്റിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈനസ് മ്യൂ ഇൻറ്റു എന്ന് പറഞ്ഞ് എഴുതണം. എൽ എഴുതുമ്പോൾ എൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ, ആദ്യം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൈനസ് മ്യൂ ഇൻറ്റു എൽ, ഇത് ഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ്. ബാക്കിക്ക് പ്ലസ് ഇട്ട് എഴുതണമെന്ന് മാത്രം. മിനിമൈസേഷൻ പ്രോബ്ലത്തിലൊക്കെ പ്ലസ് ഇട്ട് എഴുതണം. പ്ലസ് ലാംഡ 1 ഇൻറ്റു ഇത് മൈനസ്, പ്ലസ് ലാംഡ ഇൻറ്റു ഈ മൈനസ്, പ്ലസ് ലാംഡ 3 ഇൻറ്റു മൈനസ് 6 മൈനസ് 0. അതുപോലെ പ്ലസ് ലാംഡ 4 ഇൻറ്റു മൈനസ് 5 മൈനസ് 0. അപ്പോൾ അതാണ് ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ സ്പെഷ്യലായിട്ട് മിനിമൈസേഷൻ പ്രോബ്ലം നിങ്ങൾ വേറെ തന്നെ പഠിച്ചോളൂ. അതിൽ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇത് എച്ച് ഇക്വാലിറ്റിക്ക് നമ്മൾ നേരത്തെ എടുത്ത് പറഞ്ഞാൽ മൈനസ് ബി ആണ്. അത് എന്തായാലും പ്രശ്നമില്ല. നമ്മൾ ഈക്വാലിറ്റി പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമൈസ് ആയാലും മിനിമൈസ് ആയാലും പ്രശ്നമില്ല, നമ്മൾ മൈനസ് മ്യൂ തന്നെ എടുക്കുക ഇക്വാലിറ്റിക്ക്. പക്ഷേ ഇൻഇക്വാലിറ്റിക്കൊക്കെ പ്ലസ് എടുക്കണം. പ്ലസ് ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 പ്ലസ് ലാംഡ 4 എടുക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഇത് അങ്ങനെ പ്രത്യേകം പഠിക്കണം, കൺഫ്യൂഷൻ വരരുത്. ഇതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരിക, പ്ലസ് ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 പ്ലസ് ലാംഡ എല്ലാം ഇങ്ങനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി വെച്ചതിന് ശേഷം പിന്നെ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് മാറ്റി എഴുതുമ്പോൾ ഇങ്ങനെ വരും. ഇത് മൈനസ് മ്യൂ, അവിടെ പ്ലസ് ലാംഡ 1, അടുത്തതിലൊക്കെ ഇത് മൈനസ് ആവും, മൈനസ് ലാംഡ 3 അല്ലേ, മൈനസ് ലാംഡ 4 ബൈ ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, എനിവേ ഈ സ്റ്റെപ്പാണ് പഠിക്കുന്നത്. ഇനി നേരത്തെ പോലെ വേറെ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ പോലെ തന്നെ ഡോ എൽ ബൈ ഡോ എക്സ് 0, ഡോ എൽ ബൈ ഡോ വൈ 0, എക്സും വൈ എല്ലാം ഇതിലുള്ളൂ. ഡോ എൽ ബൈ ഡോ മ്യൂ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ പ്രോഡക്റ്റായിട്ട് വരുന്നത് അത് ഇവിടെ നോക്കിയാൽ ലാംഡ 1 ഇൻറ്റു ദിസ് 0 അല്ലേ, ലാംഡ 1 ഇൻറ്റു ആദ്യത്തത് g1 മൈനസ് ബി 0, ലാംഡ 2 ഇൻറ്റു g2 മൈനസ് ബി 0, പിന്നെ ലാംഡ 3 എക്സ് 0, ലാംഡ 4 ബൈ 0. ഇതാണ് അത് എഴുതേണ്ടത്, പ്രോഡക്റ്റായിട്ട് വരുന്നത് എഴുതുക. ഇവിടെ നോക്കിയാൽ കിട്ടും. ഒന്നിത് 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 അതൊക്കെ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പിന്നെ ഗിവൺ കണ്ടീഷൻസ് ആണ് പിന്നെ എഴുതുന്നത്. ഗിവൺ കണ്ടീഷൻസ് അതേപടി എഴുതുക അല്ലേ, ഗിവൺ കണ്ടീഷൻസ് എഴുതുക. പിന്നെ ലാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ലാംഡ 2 ലാംഡ 3 ലാംഡ 4 എഴുതുന്നത് 0 എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ തന്നെ, ഇതിലൊന്നും മാറ്റമില്ല. പക്ഷേ ഇവിടെ എൽ എഴുതുന്നതിൻ്റെ കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഇക്വാലിറ്റിക്കല്ല ഇൻഇക്വാലിറ്റിക്കൊക്കെ നമ്മൾ പ്ലസ് എന്നാണ്, മൈനസ് ലാംഡ 1 മൈനസ് ലാംഡ 2 അല്ല, പ്ലസ് ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ. ഈ മിനിമൈസേഷൻ പ്രോബ്ലത്തിലാണ്, മിനിമൈസുള്ള പ്രോബ്ലത്തിൽ അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ ബാക്കി അതിൻ്റെ പാറ്റേണൊക്കെ ശരി തന്നെ. നിങ്ങൾ എക്സ് വൈ വെച്ച് മിനിമൈസ് ചെയ്യുന്ന എടുക്കുക. ഈ ഇത് ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് ഏതാണോ എക്സ് വൈ അതിനെ മിനിമൈസ് ചെയ്യുന്നതിൽ എടുക്കുക. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഓക്കെ, ഇതിലൊന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഇതൊരു 3 പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം, മിനിമൈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2y മൈനസ് എക്സ് സ്ക്വയർ സബ്ജക്റ്റ് ടു ഒരു ഇൻഇക്വാലിറ്റി, അല്ല 3 ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഉള്ളത്. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഒക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റി. ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓൾ ഇൻഇക്വാലിറ്റി കണ്ടെയ്ൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉറപ്പ് വരുത്തണം. പിന്നെ എല്ലാം എഴുതുമ്പോൾ 2y മൈനസ് എക്സ് സ്ക്വയർ പ്ലസ്, ഓരോന്നിനും പ്ലസ് ഇടണമെന്ന് മാത്രം. മിനിമൈസേഷൻ പ്രോബ്ലം നേരത്തെ മൈനസ് എടുത്തിരുന്നത്, പ്ലസ് ഇതെടുക്കുക, പ്ലസ് എടുക്കുക, പ്ലസ്. അപ്പോൾ ഒന്ന് മാറ്റി ചെയ്ത് ഇങ്ങനെ വരും. പിന്നെ ഡോ എൽ ബൈ ഡോ എക്സ്, ഡോ എൽ ബൈ ഡോ വൈ, അതിനൊന്നും പ്രശ്നമില്ല, അതൊക്കെ അങ്ങനെ തന്നെ
പിന്നെ ഈ പ്രോഡക്റ്റ് വരുന്നത് ഇതെഴുതുക ഇതെഴുതുക ആ 3 എഴുതി 3, 4, 5 എന്ന് ശേഷം പിന്നെ ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ 6, 7, 8 എഴുതുക. ഇത് 3 6, 7, 8 അത് x > 0 എന്ന് എഴുതിയാൽ മതി. 7, 8 പിന്നെ λ1 > 0 λ2 9, 10, 11 ഇങ്ങനെ 11 കണ്ടീഷൻസ് ഉണ്ടാവും. എന്തായാലും ഇവിടെ സോൾവ് ചെയ്യാൻ ഇനി വേണ്ടത് ഫ്രം 1 ഇക്വേഷൻ 1-ൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 2x + λ2 = 2 λ1x എന്നാണ് ഇക്വേഷൻ 1-ൽ നിന്ന് കിട്ടുക. അത് ഒരു സൈഡിലേക്ക് മാറ്റുന്നതാണ് പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ. അപ്പോൾ 2x + λ2 എന്നുള്ളത് 2 λ1x ആയിരിക്കും. അതിന് നിങ്ങൾ പുതിയ ഇക്വേഷൻ 12 കൊടുക്കുക. ആ ഇക്വേഷൻ 2-ൽ നിന്ന് അതേപോലെ തന്നെ നമ്മൾ λ3 ഒരു സൈഡിലേക്ക് മാറ്റി 2 + 2 λ1 = λ3 ഇക്വേഷൻ 13 എഴുതി. പിന്നെ ഫ്രം 13 ഈ 13 മനസ്സിലാവുന്നത് 2 + സംതിങ് അല്ലേ. അപ്പോൾ λ3 > 2 ആയിരിക്കും. λ3 2-ൽ കൂടുതലായിരിക്കും. കാരണം ഇത് പോസിറ്റീവാണ്, വൈയും പോസിറ്റീവ് ആയിരിക്കണം, λ1 പോസിറ്റീവ്, അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 2 + സം പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ, എന്തായാലും 2 കൂടുതലായിരിക്കും അല്ലേ, 2-ൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ λ3 > 2 എന്ന് വിചാരിക്കാം ഇവിടുന്ന്. ഇനി ഫ്രം 5 y = 0 ആണ്. λ3 എന്തായാലും 2-ൽ കൂടുതലല്ലേ, 2 + 0 ആയാലും പ്രശ്നമല്ല, 2-ന് ഈക്വൽ ആയാലും പ്രശ്നമല്ല. അങ്ങനെയാകുമ്പോൾ ഫ്രം 5 ഇക്വേഷൻ 5 ഇത് മൾട്ടിപ്ലൈ 0 ഏതെങ്കിലും 0 ആണ്, പക്ഷേ λ3 0 ആവുന്നില്ലല്ലോ, > 2 അല്ലേ. അപ്പോൾ y 0 ആയി. അഗെയിൻ ഫ്രം 13 y 0 കൊടുത്താൽ ഇതൊക്കെ 0 ആയിപ്പോയാൽ പിന്നെ λ3 കറക്റ്റ് 2 ആയിരിക്കും. അപ്പോൾ λ3 എന്ന് പറഞ്ഞ് ഇവിടുന്ന് ശരിക്കും > 2 എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. വേണം > 2 എന്ന് എഴുതിയാലും പ്രശ്നമില്ല. ഇത് 2 0 ആയാലും പിന്നെ ഇത് λ3 2 ആവാലോ, അതുകൊണ്ട് > 2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. എന്തായാലും ഫ്രം 5 നമ്മൾ ഈ λ3 എന്തായാലും 2 or more ആണെങ്കിൽ λ3 × y 0 എന്നല്ലേ 5-ലുള്ളത്. അപ്പോൾ y 0 ആവുമെന്ന് വൃത്തിയില്ല, λ3 0 ആവില്ല, > 2 അല്ലേ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് > എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും > 2 അല്ലെങ്കിൽ > 2 എന്ന് എഴുതാം, 2 ആവാം. ഇത് 2 0 ആയാൽ λ1 0 ആവാൻ y 0 ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് λ3 2. അപ്പോൾ ശരിക്കും ഇത് λ3 2 ആയിരിക്കും. അത് ഇവിടുന്ന് മനസ്സിലായെന്ന് വെച്ചാൽ λ3 > 2 ആണെങ്കിൽ ഫ്രം 5-ന്ന് ഇത് പോസിറ്റീവ് അല്ലേ, അപ്പോൾ y 0 ആവുന്നിട്ട് ആ y 0 എന്നുള്ള വീണ്ടും എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്, 13-ൽ കൊടുക്കുകയാണ്. y 0 എന്ന് കൊടുത്താൽ λ3 2 ആയിരിക്കും. λ3 2 എന്നുണ്ട്. ഫ്രം 13 λ3 = 2 കിട്ടും. ഓക്കെ, ഇനി ഇഫ് x = 0 ആവുകയാണെങ്കിൽ 3 ഇംപ്ലൈസ് ഇക്വേഷൻ 3-ൽ ഇംപ്ലൈ ചെയ്യുന്നത് എന്താ, λ1 × ഇക്വേഷൻ 3 ആണ് നോക്കട്ടെ. ഇക്വേഷൻ 3 നോക്കുക, ഇവിടെ x 0 ആവുകയാണെങ്കിൽ λ1 × 0² + y എന്തായാലും 0 അല്ലേ, -1 = 0 ആണ്. അപ്പോൾ ആ കേസിൽ y 0 ആവുന്ന കേസിൽ x 0 ആവുകയാണെങ്കിൽ ഇക്വേഷൻ 3 എന്തായാലും മാറും, λ1 × 0² + 0² -1 0 ആണ്. അപ്പോൾ λ1 × -1 0 ആണ്. അപ്പോൾ λ1 0 ആവും, λ1 0 ആവും എന്നിട്ട് x y 0 ആണ്, λ1 0 ആവും. ഇനി 1 കൊടുക്കുമ്പോൾ λ1 0 എന്ന് 1 കൊടുക്കുമ്പോൾ അല്ലേ, പിന്നെ 3 2 എന്നും എടുക്കാം, λ3 2 എന്നും എടുക്കാം. λ1 0 എന്നും λ1 0 എന്ന് എടുക്കാം. ആ കേസിൽ 1 ഇംപ്ലൈസ് -2 × 0 x 0 + 2 λ1 × 0. അപ്പോൾ 2 × 1 × 0, λ1 1 ആണ്, × 0 മൈനസ് λ2 = 0 ആണ്. അപ്പോൾ λ2 മാത്രമേ അവിടെ അറിയാത്തുള്ളൂ. അപ്പോൾ λ2 0 എന്നുണ്ട് നമുക്കിവിടെ, λ2 0 എന്നുണ്ട്. അപ്പോൾ എല്ലാ കണ്ടീഷനും ശരിയായി. λ1 0 ആയി, λ2 0 ആയി, λ3 0, ഇതൊക്കെ പോസിറ്റീവായി, എഴുതണമെങ്കിൽ 0 ആയി. പിന്നെ x 2 ആയി, y 0 ആയി. അപ്പോൾ x y എന്നുള്ളത് പിന്നെ x y എന്നുള്ളത് സാറ്റിസ്ഫൈസ് ഓൾ ദ കണ്ടീഷൻസ്, എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ. ആ തരത്തിൽ നമുക്ക് ഈ കേസിൽ x 0 y 0 എന്നുള്ളത് ബാക്കി എല്ലാ കണ്ടീഷനും ശരിയാവും.
അപ്പോൾ 0 0 സാറ്റിസ്ഫൈസ് ഓൾ ദ കണ്ടീഷൻസ്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് കിട്ടി. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ലാംഡ ടു 0 ആയിരിക്കും. ഫ്രം ഇക്വേഷൻ 4 എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ലാംഡ ടു 0 ആവണം. ഏതെങ്കിലും ഒന്ന് 0 ആവണ്ടേ. അപ്പോൾ എക്സ് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചാൽ എക്സ് 0 എന്നാണ് നേരത്തെ വിചാരിച്ചത്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ലാംഡ ടു 0 അങ്ങനെയാണ്. ലാംഡ ടു 0 ഫ്രം 4. അപ്പോൾ 12 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇത് ഇംപ്ലൈ ചെയ്യുന്നത് 2x പ്ലസ് 0 ലാംഡ ടു 0 തന്നെ ഈക്വൽ ടു 2 ഇൻറ്റു ലാംഡ 1 ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ ലാംഡ 1 എന്നുള്ളത് 1 ആയിരിക്കും. രണ്ട് സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ ലാംഡ 1 1 ആയിരിക്കും. അപ്പോൾ ലാംഡ 1 എന്നുള്ളത് 3ൽ കൊടുത്താൽ 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ബൈ 0 എന്നുള്ള കേസാണ്. -1 ഈക്വൽ ടു 0 ആവും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ആവും. അപ്പോൾ എക്സ് 1 ആവും. അപ്പോൾ എക്സ് വൈ എന്നുള്ളത് 1 0 ആവും. അപ്പോൾ y0 ഓൾറെഡി ഉണ്ട്. എക്സ് 1 എടുത്താൽ 1 0 ആവും. സാറ്റിസ്ഫൈസ് ഓൾ ദ കണ്ടീഷൻസ് ഈ പറഞ്ഞ. അപ്പോൾ 2 പോയിൻ്റായി. ഒന്ന് 0 0 ഒന്ന് 1 0 ആയി. സ്റ്റെപ്പ് 3ൽ നോക്കുക. 0 0 കൊടുത്താൽ നമ്മൾ ആ വാല്യൂ മിനിമൈസ് ചെയ്യേണ്ട വാല്യൂ 0 ആയിരിക്കും. 1 0 കൊടുത്താൽ -1 ആയി. അപ്പം മിനിമം -1 അല്ലേ. 0 ചെറുത് -1 അല്ലേ. അപ്പം മിനിമം -1 എവിടെയാണ്? 1 0 ഉണ്ടാവും. മിനിമം ഓഫ് വെക്റ്റർ 1 0 ആയാലും മിനിമം വാല്യൂ -1 ആയിരിക്കും. ഇങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നത്. അടുത്ത പ്രോബ്ലം ഇങ്ങനെ തന്നെ വേറൊരു പ്രോബ്ലം. മിനിമൈസ് എക്സ് സ്ക്വയർ -2y സബ്ജക്റ്റ് ടു ദിസ്. അപ്പോൾ ഇവിടെ 3 ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. അത് ഈ തരത്തിൽ മാറ്റിയത് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ആക്കി എഴുതുക. എല്ലാം ഇരുന്ന് ശ്രദ്ധിക്കണം. പ്ലസ് ഇട്ടിട്ട് ആയതുകൊണ്ട് മനസ്സിലായി. ഈ ഫംഗ്ഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്ലസ് ലാംഡ 1 ഇൻറ്റു ദിസ് പ്ലസ് ലാംഡ 2 ഇൻറ്റു ദിസ് പ്ലസ് ലാംഡ 3 ഇൻറ്റു ദിസ് ഒരു സൈഡിലേക്ക് എടുത്തിട്ട് അപ്പോൾ അത് മാറ്റിയതും ഇങ്ങനെ വരും. എന്നിട്ട് ∂L/∂x ∂L/∂y കാണുക. പിന്നെ ഈ പ്രോഡക്റ്റായിട്ട് വരുന്ന ഇത് എഴുതുക 3 0 എന്ന് എഴുതിയാൽ മതി. പിന്നെ ഗിവൺ ആയിട്ടുള്ള 3 കാര്യങ്ങൾ ഗിവൺ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് എഴുതുക. അത് ഇതാണ് 6 7 8 ഗിവൺ കൺസ്ട്രെയിൻസ്. പിന്നെ ലാംഡ 1 പോസിറ്റീവ്, ലാംഡ 2 പോസിറ്റീവ്, ലാംഡ 3 പോസിറ്റീവ്. അങ്ങനെ 11 കണ്ടീഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇനി സോൾവ് ചെയ്യാൻ പോവാണ്. ഫ്രം 3 ഒന്ന് ലാംഡ 1 0 അല്ല ഇത് 0 ആണ്. ഏതെങ്കിലും ഒന്ന് 0 ആണ്. അപ്പോൾ ലാംഡ 1 0 ഓർ ദിസ്. അപ്പോൾ കേസ് ലാംഡ 1 0 ആവുന്ന കേസ് എടുത്ത് വെക്കുക. അപ്പോൾ ലാംഡ 1 0 ആകുമ്പോൾ ഇക്വേഷൻ 2 ഇംപ്ലൈസ് ഇക്വേഷൻ 2ൽ എന്ത് സംഭവിച്ചാൽ ലാംഡ 1 0 ആകുമ്പോൾ ഇക്വേഷൻ 2 നോക്കുക നിങ്ങൾ. ഇക്വേഷൻ 2ൽ എന്ത് സംഭവിക്കും? ലാംഡ 1 ഇത് 0 എടുക്കും. അപ്പോൾ ലാംഡ 3 എന്നുള്ളത് -2 ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ആകാൻ പാടില്ല. ലാംഡ 3 -2 ആയിരിക്കും. അതാണ് സംഭവിക്കുക. അപ്പോൾ ലാംഡ 1 0 എന്നുള്ള കേസ് എടുക്കുമ്പോൾ ലാംഡ 3 -2 എന്ന് വരും. അതാണ് ഏതെങ്കിലും ഒന്ന് 0 ആവും. ഇക്വേഷൻ 3ൽ ഫ്രം 3ൽ പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് 0 ആവും. ലാംഡ 1 0 അല്ലെങ്കിൽ ഇത് 0 ആവും. പക്ഷേ ലാംഡ 1 0 എന്നുള്ള കേസ് എടുക്കുമ്പോൾ ഇക്വേഷൻ 2ൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ലാംഡ 3 -2 എന്ന് കിട്ടും. പക്ഷേ ലാംഡ 3 -2 വരാൻ പാടില്ല, നെഗറ്റീവ് വരാൻ പാടില്ല. അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. ലാംഡ 1 0 പറ്റില്ല. അപ്പോൾ മറ്റേതേ പറ്റൂ. ലാംഡ 1 ഗ്രേറ്റർ ദാൻ 0 ആവണം എന്ന് പറഞ്ഞാൽ ഇതേ പറ്റൂ. അപ്പോൾ ഇത് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് വിചാരിച്ചില്ല. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ലാംഡ 1 ഓൾറെഡി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ലാംഡ ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വിചാരിച്ചാൽ ഇക്വേഷൻ 1ൽ നിന്ന് ലാംഡ 2x + 2 ലാംഡ 1x എന്ന് കിട്ടും. അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ലാംഡ 2 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ബട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയാലും ലാംഡ 2 ഗ്രേറ്റർ ദാൻ 0 രണ്ടും സംഭവിച്ചാൽ അതിൻ്റെ പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അത് ഇതിന് കോൺട്രഡിക്ഷൻ ചെയ്യും. 4നെ കോൺട്രഡിക്ഷൻ ചെയ്യും. കാരണം ലാംഡ 2 എക്സ് 0 ആവണം. അതുകൊണ്ട് ഇത് പറ്റില്ല. എക്സ് ഗ്രേറ്റർ ദാൻ 0 പറ്റില്ല എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ കൺക്ലൂഡ് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0 പറ്റില്ല. എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ഇവിടെ കൊടുത്താൽ y² ഈക്വൽ ടു 1 ആയിരിക്കും. y 1 ആയിരിക്കും. y -1 എടുക്കരുത്. കാരണം y നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ 0 1 എന്നുള്ളൊരു ചാൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. സോൾവ് ചെയ്തിട്ട് 0 1 എന്നുള്ളൊരു ചാൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് 3ൽ f(0(1) കണ്ടുപിടിക്കുക. അത് -2 ആണ് വെച്ച്. അപ്പോൾ മിനിമമാണ്. വേറെ ഒന്നുമില്ല, വേറെ വാല്യൂ ഒന്നും കിട്ടിയില്ല. അപ്പോൾ മിനിമം സംഭവിക്കുന്നത് 0 1 പറഞ്ഞാൽ മതി. അടുത്ത പ്രോബ്ലം അങ്ങനെ തന്നെ. മിനിമൈസ് x² - y സബ്ജക്റ്റ് ടു. ഇവിടെ ഒരു ഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ് കൂടിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ 3 എണ്ണം എക്സും വൈയും ഗ്രേറ്റർ ദാൻ 0, ഇത് ലെസ് ദാൻ. അപ്പോൾ 3 ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസും ഒരു ഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റും. അപ്പോൾ x² - y എന്നുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. അതിനെയാണ് മിനിമൈസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് ടു ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആദ്യം എഴുതുക. മറ്റതൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി എഴുതുക.
അപ്പോൾ ഒന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നിട്ടുണ്ട്, ഇതൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ 0 എന്നല്ല, മൈനസ് എക്സ് ലെസ് ദാൻ ഓർ 0, വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് മൈനസ് വൈ ലെസ് ദാൻ 0 ഒക്കെ. പിന്നെ ഇതിന് ലാംഡ 1 ലാംഡ 2 ലാംഡ ഒക്കെ പ്ലസ് ആയിരിക്കും. അപ്പോൾ എല്ലെന്ന് പറഞ്ഞാൽ ദിസ് മൈനസ് മ്യൂ ഇൻറ്റു ഇതിന് വേണം, അതങ്ങനെ തന്നെ വേണേ, മൈനസ് മ്യൂ ഇൻറ്റു ഇക്വാലിറ്റി എഴുതി. ബാക്കിയൊക്കെ പ്ലസ്സിലായതുണ്ട് മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ, പ്ലസ് ലാംഡ 1 ഇൻറ്റു ദിസ് ലാംഡ 2. പിന്നെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതി, എൽ കിട്ടി. പിന്നെ ബാക്കി സാധാരണ പോലെ ഡോ എൽ ബൈ ഡോ എക്സ്, ഡോ എൽ ബൈ ഡോ വൈ, പിന്നെ ഈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഇതും 0 എന്ന് എഴുതുക, അത് 3 0 ആക്കി എഴുതുക. അങ്ങനെ എഴുതിയാൽ മതി, 3 4 5. പിന്നെ ഗിവൺ കണ്ടീഷൻസ് എഴുതുക, 6 7 8 ഗിവൺ കണ്ടീഷൻസ്, 9 എണ്ണം ഗിവൺ കണ്ടീഷൻസ്, 9 വരെ 4 കണ്ടീഷൻസ് ഗിവണാണ്. പിന്നെ 10ാമത്തെ 4 ലാംഡ 1 ലാംഡ 2 ലാംഡ 3 ഗ്രേറ്റർ, അങ്ങനെ 12 കണ്ടീഷൻസ് ഉണ്ടാവും. 12 കണ്ടീഷൻസ് വരെ എഴുതിയ പകുതി മാർക്ക് കിട്ടും. ഇത് കറക്റ്റായിട്ട് എഴുതിയ എല്ലാം കറക്റ്റായിരിക്കണേ, മിനിമൈസേഷൻ പ്രോബ്ലമാണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോൾവ് ചെയ്യാൻ പോവാണ്. ഫ്രം 3 ലാംഡ 1 0 എടുത്തു. ഫ്രം 3 ഏതെങ്കിലും ഒന്ന് 0 ആവണം. 3ന്ന് ക്വസ്റ്റ്യൻ 3ൽ അങ്ങനെയാണല്ലോ പറയുന്നത്, ഏതെങ്കിലും ഒന്ന് 0 ആവണം. ഇതാണ്. അപ്പോൾ ഒന്ന് 0 അല്ല 0 അതാണ് ഫ്രം 3 പറയുന്നത്. ഈ ലാംഡ 1 0 ആവണം, അല്ലെങ്കിൽ ഇത് എക്സ് പ്ലസ് 5 മൈനസ് 8 0 ആവണം. അപ്പോൾ ലാംഡ 1 0 ആവുന്ന കേസാകുമ്പോൾ ഇക്വേഷൻ 1ൽ കൊടുത്തു കഴിഞ്ഞാൽ ലാംഡ 1 0 എന്ന് എടുത്താൽ നമുക്ക് മ്യൂ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കിട്ടും, മ്യൂ കിട്ടും. അതുപോലെ ഇക്വേഷൻ 2 ഒന്നും ലാംഡ 1 0 എടുത്താൽ മ്യൂ അവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ മ്യൂവിൽ കണ്ടുപിടിക്കുമ്പോൾ അതിൽ എക്സും ലാംഡ 3യും ഒക്കെ, ലാംഡ 2 ലാംഡ 3 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് 2 ഇക്വേറ്റ് ചെയ്തു, ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യും, 2 ഇക്വേറ്റ് ചെയ്യും, അതാണ് 13. അപ്പോൾ 13 എന്ന് പറഞ്ഞ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ, മ്യൂ 2 കണ്ടുപിടിച്ച് 2 ഇക്വേറ്റ് ചെയ്ത് വെച്ചാണ്. ഇനി ഒരു കേസ് നോക്കുക, എക്സും വൈ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 4ലും 5ലും എന്ത് സംഭവിക്കില്ല, ലാംഡ 2 ലാംഡ 3 0 ആയി പോകും. അപ്പോൾ 13ൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ലാംഡ 2 ലാംഡ 3 കാണുന്ന 0 എടുത്താൽ 2x/2 = -1/, x = -1/3 കോൺട്രഡിക്ഷനാണ്, എക്സ് നെഗറ്റീവ് ആകാൻ പാടില്ല. അപ്പോൾ ഇത് സംഭവിക്കാൻ പാടില്ല, രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആകാൻ പാടില്ല. അതുകൊണ്ട് x = 0 y ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കേസ് നോക്കാം. ഇഫ് x = 0, ഇത് രണ്ടും 0 ആവാൻ ഗ്രേറ്റർ ദാൻ 0 ആവാൻ പാടില്ല. അപ്പോൾ ഒന്ന് 0 ഒന്ന് ഗ്രേറ്റർ ദാൻ 0 ആവാൻ എന്ന കേസ് നോക്കാം. x 0 y ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസ് നോക്കിയാൽ, അപ്പോൾ y ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ നമുക്ക് എന്ത് പറയും, ലാംഡ 3 0 ആയിരിക്കും. അത് ഇക്വേഷൻ 5 ആണ്, ലാംഡ 3 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ 13ൽ വീണ്ടും ലാംഡ 3 0 എന്ന് കൊടുക്കും, ലാംഡ 3 കാണുന്നതിന് 0 കൊടുക്കും. അങ്ങനെ ലാംഡ 2 സോൾവ് ചെയ്ത് കണ്ടുപിടിക്കും. രണ്ടും എക്സ് 0 കൊടുത്തിട്ട്, അപ്പോൾ എക്സിൻ്റെ 0 കൊടുക്കും, പിന്നെ ലാംഡ 3 ഉള്ളിടത്തിൽ 0 കൊടുത്തിട്ട്, പ്ലസ് ഇവിടെയും 0 കൊടുത്തിട്ട് 13 എന്ന് പറഞ്ഞ ഇക്വേഷൻ ലാംഡ 2 സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ 2/3 പോസിറ്റീവാണല്ലോ, ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെടുക്കാം, എക്സ് 0 വൈ ഗ്രേറ്റർ. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ നമുക്ക് വൈ കണ്ടുപിടിക്കാം. ഇക്വേഷൻ 6ൽ നിന്ന് ഇക്വാലിറ്റി കൺസ്ട്രെയിൻ്റ്, എക്സിന് 0 എടുത്തിട്ട് വൈ കണ്ടുപിടിച്ചു, വൈ 4/3. അപ്പോൾ എക്സും പോസിറ്റീവാണ്, ഗ്രേറ്റർ 0 ആണ്, വൈയും പോസിറ്റീവാണ്, ലാംഡ 2 പോസിറ്റീവാണ്, ബാക്കിയെല്ലാം കണ്ടീഷനെല്ലാം ശരിയാവും. മനസ്സിലായി, എല്ലാം ശരിയാവുന്നുണ്ട്. മ്യൂ എന്തായാലും നിങ്ങൾക്ക് പ്രശ്നമല്ല, മ്യൂ പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള പ്രശ്നമല്ല. ബാക്കി ലാംഡ 1 ലാംഡ 2 ലാംഡ 3 ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 0 4/3 എടുക്കാൻ പറ്റുന്ന വാല്യൂയാണ്, എക്സിന് 0 വൈക്ക് 4/3. ഇനി നേരെ വേറൊരു ചാൻസിന് ഉള്ളത്, ഇത് പോസിറ്റീവ് ഇത് 0 ആവുകയാണ്. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് വൈ 0 അത് വിചാരിക്കും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലാംഡ 2 0 ആയിരിക്കും, വൈ 4 എന്ന്. അപ്പോൾ നമുക്ക് പിന്നെ ലാംഡ 2 0 ആയിരിക്കും, വൈ 0 ആണെങ്കിൽ 6ന്ന് എക്സ് 2ഉം കിട്ടും. അപ്പോൾ 13ൽ അങ്ങനെ കൊടുക്കുമ്പോൾ 13ൽ എക്സിന് 2, അതുപോലെ ലാംഡ 2ന് 0 കൊടുത്താൽ ലാംഡ 3 സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. അങ്ങനെ ലാംഡ 3 നെഗറ്റീവായി പോകും. അപ്പോൾ അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് വരില്ല. അപ്പോൾ ഒരേ ഒരു ചാൻസേ നമുക്ക് വരൂ, ഇത് മാത്രം, എക്സ് 0 വൈ പോസിറ്റീവ് എന്നുള്ള ചാൻസ് മാത്രമേ വരൂ. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അതല്ല, അടുത്ത കേസാണെങ്കിൽ, അടുത്ത കേസില്ലേ ലാംഡ 1 0 അല്ലാത്ത കേസ്, x+5 -8 0 ആവുന്ന കേസാണ്. x+5 = 8 എന്ന് പറഞ്ഞൊരു പുതിയ ഇക്വേഷൻ 14 എഴുതാം. പിന്നെ ഓൾസോ 2x+3y4 എന്നുള്ള 6 ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യും. രണ്ടും കൂടി സോൾവ് ചെയ്യണമെങ്കിൽ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്പിൾ, 6ന്ന് 2 ടൈംസ് ഇത് 14 കുറച്ചാണ്. 6ന്ന് 2 ടൈംസ് 14 കുറയ്ക്കുമ്പോൾ എക്സ് പോയി പോകും. അപ്പോൾ നമുക്ക് വൈൻ്റെ വില കിട്ടും, പക്ഷേ നെഗറ്റീവാണ്. അപ്പോൾ ഈ പോസിബിലിറ്റി ശരിയാവും, ഈ കേസും ശരിയാവില്ല. ദെയർഫോർ ഓൺലി പോസിബിലിറ്റി ഇസ് ദാറ്റ് xy = 0 4/3 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും, അതാണ് മിനിമം. വേറെ വാല്യൂ ഇല്ല, വേറെ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ മിനിമൈസേഷൻ്റെ 3 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ച പ്രോബ്ലംസൊക്കെയാണ്.
അപ്പോൾ ഈ പ്രാവശ്യം മിനിമൈസേഷൻ പ്രോബ്ലം ഉണ്ടാവുമെന്ന് ഉറപ്പിക്കേണ്ട, മാക്സിമൈസേഷൻ ആണ് സാധ്യത. എങ്കിലും മിനിമൈസേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. മിനിമൈസേഷൻ വാസ് എളുപ്പമാണ്, പക്ഷെ അതിൽ ആ എൽ എടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. മാക്സിമൈസ് ചെയ്യുന്ന നേരത്തുള്ള പ്രോബ്ലംസ്. അപ്പം നിങ്ങൾ എല്ലാ പ്രോബ്ലം എടുത്തിട്ട് അതിൽ നിന്നുള്ള ഒരു സമ്മറിയാണ് ഞാനിവിടെ പറഞ്ഞത്. അത് നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുക. ഈ സമ്മറി ഒന്ന് വായിച്ചു വെക്കുക. അപ്പോൾ ഈ സമ്മറിൽ ഞാൻ പറയുന്നത്, ഇഫ് ദ പ്രോബ്ലം ഈസ് ടു മാക്സിമൈസ് ഓർ മിനിമൈസ് സബ്ജക്റ്റ് ടു ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഓൺലി, ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് മാത്രം വരുന്ന ഒരു പ്രോബ്ലം ആണെങ്കിൽ എൽ എടുക്കേണ്ടത് -μ1 × -μ2 എന്ന് പറഞ്ഞെടുത്താൽ മതി. പിന്നെ ∂L/∂x, ∂L/∂y, ∂L/∂μ1, ∂L/∂μ2 എടുക്കേണ്ടി വരും. അത് ഇക്വാലിറ്റി മാത്രം ഉള്ളതാണെങ്കിലാണ് ∂L/∂μ1, അല്ലെങ്കിൽ എടുക്കില്ല. ഇൻഇക്വാലിറ്റിയും കൂടി വന്നതിലാണെങ്കിൽ ഇത് രണ്ടും എടുക്കില്ല നമ്മൾ. ഓക്കെ. ഇനി ഇഫ് ദ പ്രോബ്ലം ഈസ് ടു മാക്സിമൈസ് ഓർ മിനിമൈസ് സബ്ജക്റ്റ് ടു ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ് വെച്ചോളൂ. ആൻഡ് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ വന്നാൽ അപ്പോൾ ആ കേസിൽ എല്ല് നമ്മളിങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്തിട്ട് സാധാരണ പോലെ എല്ലാം എടുക്കുക. രണ്ടും കൂടി ചോദിക്കുമ്പോൾ മാക്സിമം മിനിമം കാണാൻ വേണ്ടി ചോദിക്കുമ്പോൾ മാക്സിമത്തിൽ എടുക്കുന്ന പോലെ തന്നെ എല്ലാം എടുക്കുക. എന്നിട്ട് ഈ കൺസ്ട്രെയിൻസ് ഇങ്ങനെ എടുക്കുക, എടുക്കുക അല്ലേ? ഇതൊക്കെ ഇങ്ങനെ തന്നെ എടുക്കാം. പക്ഷേ മിനിമൈസ് എന്ന് പറയുന്നതാണെങ്കിൽ ഒരു ചേഞ്ച് ഇവിടെ വരുന്നത്, ഇത് മാത്രം ചേഞ്ച് ചെയ്യണം. λ1 ലെസ്സനോ λ2 ലെസ്സനോ, ബാക്കിയൊക്കെ എല്ലാം അങ്ങനത്തെ എടുക്കുക. ഒരേ പ്രോബ്ലമാണ്. ഒരു പ്രോബ്ലത്തിൽ ഇങ്ങനെ ചോദിച്ചാൽ അത് ഇത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിലാണ് നമ്മൾ ഇപ്പം പറഞ്ഞ് ഡിസ്കസ് ചെയ്യേണ്ടത്. മിനിമൈസേഷൻ മാക്സിമൈസേഷൻ ഒരു പ്രോബ്ലം ചോദിച്ചാൽ മാക്സിമത്തിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. ഇങ്ങനെ ഇത് നെഗറ്റീവ് ആക്കിയാൽ മതി. മിനിമത്തിൽ ഇത് നെഗറ്റീവ് ആവുന്ന കണ്ടീഷൻ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ മെത്തേഡാണെങ്കിൽ ഇത് ഒക്കെ ഈ മിനിമം ആണെങ്കിൽ ഇതൊക്കെ പ്ലസ് ആക്കിയിട്ട് ഇങ്ങനെ തന്നെ എടുത്താൽ മതി. ഇതൊക്കെ പ്ലസ് ആക്കിയിട്ട് ഇങ്ങനെ തന്നെ എടുത്താൽ മതി. അതാണ്, പ്രത്യേകം മാറ്റേണ്ട ആവശ്യമില്ല. അതാണ്, അത് ശ്രദ്ധിക്കണം. ഇനി വേറൊരു കേസ്, പ്രോബ്ലം ഈസ് ടു മിനിമൈസ് വിത്ത് സം കൺസ്ട്രെയിൻസ് അബവ് അനദർ മെത്തേഡ് ഈസ് ടേക്ക് എൽ ഇങ്ങനെ എടുക്കുക, പ്ലസ് ആക്കി എടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി. നമ്മുടെ സാധാരണ പോലെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഇത് നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ ഇവിടെ മാറ്റം വരുത്തണം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ മൈനസ് ആയിരിക്കും. അതാണ് നേരത്തെ പഠിച്ചത്. ഇവിടെ മൈനസ് എടുത്താൽ അവിടെ മിനിമൈസ് ആണ്, ഇത് നെഗറ്റീവ് ആക്കണം. ഇനി ഇത് പോസിറ്റീവ് തന്നെ നിലനിർത്തണമെങ്കിൽ ഇവിടെ 2 പ്ലസ് ആക്കണം എന്നുള്ളതാണ് വ്യത്യാസം. ഓക്കെ. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ അത് കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത് സമ്മറി ഒന്ന് വായിച്ചാൽ ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഓരോ പ്രോബ്ലവും അതിൻ്റേതായിട്ട് മിനിമൈസേഷൻ പ്രോബ്ലം അങ്ങനെ തന്നെ ചെയ്യണം. മിനിമൈസേഷൻ ഉള്ള പ്രോബ്ലം അങ്ങനെ മിനിമൈസ് അറിയുകയാണെങ്കിൽ ആ രീതി ചെയ്യുക. മാക്സിമം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ രണ്ടും കൂടി വരുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മിനിമവും മാക്സിമം കാണാൻ വേണ്ടിയുള്ള പ്രോബ്ലം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ലാംഡയുടെ വാല്യൂസ് മാത്രമാണ്. അത് മിനിമത്തിലാണെങ്കിൽ ലാംഡ നെഗറ്റീവ് ആയിരിക്കണം, മാക്സിമം കാണുന്നതിൽ ലാംഡ പോസിറ്റീവ് ആയിരിക്കണം. രണ്ടിനും ഒരേപോലെ എടുക്കുക. എല്ല് മാക്സിമത്തിൽ എടുക്കുന്ന പോലെ തന്നെ എടുക്കാം. ഇനി മിനിമൈസേഷൻ പ്രത്യേകം പ്രോബ്ലമായിട്ട് വരികയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്, ആ എൽ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. +λ1 +λ2 വെച്ച് എടുത്താൽ മതി. ബാക്കി കൺസ്ട്രെയിൻ ഒന്നും മാറ്റില്ല. മാക്സിമത്തിന് എടുക്കുന്ന പോലെ തന്നെ കൺസ്ട്രെയിൻസ് എടുക്കാം. λ1 λ2 ഒക്കെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, താങ്ക് യു.